ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂൺ 11. കേരളത്തിൻ്റെ നന്മ ഇല്ലാതാക്കാനാകില്ല. LDF സർക്കാരിൻ്റെ 3 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി. സംസ്ഥാന സർക്കാരിനെ പലവിധത്തിൽ ശ്വാസം മുട്ടിക്കാൻ കേന്ദ്രം ഭരിക്കുന്നവരുടെയും ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെയും ഗൂഢശ്രമങ്ങളെയെല്ലാം അതിജീവിച്ച് കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുവെന്ന് വ്യക്തമാക്കുന്നതായി പ്രോഗ്രസ് റിപ്പോർട്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 900 വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയത്. അവയെല്ലാം നടപ്പാക്കുന്നതിൻ്റെ ബദ്ധശ്രദ്ധ പുലർത്തുന്ന സർക്കാർ ഇതിനു പുറമെ 28 പദ്ധതികൾ കൂടി നടപ്പാക്കിയെന്നത് എടുത്തു പറയേണ്ടതാണ്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം ചില കാര്യങ്ങൾ സമയത്തിന് നടപ്പാക്കുന്നതിൽ തടസ്സം നേരിട്ടെങ്കിലും വരും ദിവസങ്ങളിൽ ആ കുറവ് പരിഹരിക്കുമെന്ന് ആശങ്കയ്ക്കിടയില്ലാതെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ രൂപീകരിച്ച കമ്പനിയുടെയും കിഫ്ബിയുടെയും വായ്പ സർക്കാരിൻ്റെ വായ്പയായി കണക്കാക്കി കേരളത്തിൻ്റെ കടമെടുപ്പ് വെട്ടിക്കുറച്ചപ്പോൾ ഉണ്ടായ പ്രതിസന്ധി ചെറുതല്ല. ക്ഷേമ പെൻഷനും വികസനവും മുടക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് കേന്ദ്രത്തെ നയിച്ചത്. കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇത് മറച്ചുവെച്ച് സർക്കാരിനെതിരെ വലിയ പ്രചാരണം അഴിച്ചുവിട്ടു. എന്നാൽ സാമൂഹ്യക്ഷേമ പെൻഷൻ മാസം തോറും കൊടുക്കുമെന്നും കുടിശ്ശിക എത്രയും വേഗം തീർക്കുമെന്നും പദ്ധതി തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ ജീവനക്കാരുടെ DA കുടിശ്ശിക ഉടൻ നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഉപരോധത്തിലും ശമ്പളം മുടങ്ങാതെ നൽകാൻ കഴിഞ്ഞത് സർക്കാരിൻ്റെ നേട്ടമാണ്. കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ വരെ പോയാണ് ആശ്വാസം കണ്ടെത്തിയത്. മുമ്പെങ്ങുമില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് 8 വർഷമായി കേരളം ദർശിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 3 വർഷം കണ്ണഞ്ചിപ്പിക്കുന്ന മുന്നേറ്റമാണ് ഉണ്ടായത്. പുതുതായി 5 ലക്ഷം പേർക്ക് തൊഴിൽ നൽകിയത് നിസ്സാരമല്ല. കേരളം വ്യവസായത്തിന് പറ്റിയ സ്ഥലമല്ലെന്ന ശക്തമായ പ്രചാരണം നിലനിൽക്കുമ്പോഴാണ് 2 ലക്ഷം പുതിയ സംരംഭത്തിലൂടെ 5 ലക്ഷം പേർക്ക് തൊഴിൽ നൽകിയത്. PSC നിയമനത്തിൽ ഇന്ത്യയിലെ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം. ഒരു വർഷത്തിനുള്ളിൽ 37,124 നിയമനമാണ് നടന്നത്. ദാരിദ്ര്യം തുടച്ചു നീക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ്. BJPയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 20-30% അതിദരിദ്രരായി തുടരുമ്പോഴാണ് കേരളത്തിൽ ഈ നേട്ടം. ലൈഫ് ഭവന പദ്ധതിയിലൂടെ 3 വർഷത്തിനിടെ 1.5 ലക്ഷം വീട് നൽകി. 8 വർഷം കൊണ്ട് 4 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തം വീടൊരുക്കി. K-ഫോൺ പദ്ധതി നടപ്പാക്കി സാധാരണക്കാർക്കും ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കി. 21,311 ഓഫീസുകളിലും 5,856 വീടുകളിലും K-ഫോൺ കണക്ഷനായി. കുറഞ്ഞ ചെലവിൽ ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കി സ്വകാര്യ കമ്പനികളിലെ കൊള്ളയടിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന പദ്ധതിയാണിത്. ദേശീയ മലയോര തീരദേശ ഹൈവേകളുടെ നിർമ്മാണം അതിവേഗം നടക്കുകയാണ്. കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന റോഡുകളാണിത്. സംസ്ഥാനം ഭൂമി ഏറ്റെടുത്ത് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയാണ് ഇത് നടപ്പാക്കുന്നത്. ഒപ്പം മലയോര തീരദേശ പാതകളുടെ നിർമ്മാണവും സർക്കാർ ഏറ്റെടുത്തു. വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന പശ്ചാത്തല സൗകര്യത്തിലേക്കാണ് കേരളം കുതിക്കുന്നത്. കൊച്ചി നടപ്പാക്കിയ വാട്ടർ മെട്രോ ലോകശ്രദ്ധ നേടിയ പദ്ധതിയാണ്. പൊതുമേഖലയുടെ സമഗ്ര വികസനത്തിന് 9,467 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നടപ്പാക്കി വരികയാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഇതിൻ്റെ ഫലമായി 6.08 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയത്തിലേക്ക് പുതുതായി എത്തിയത്. മികച്ച ആരോഗ്യരംഗത്തെ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള പദ്ധതികൾക്കും തുടക്കം കുറിച്ചു. ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്ന് നിർമ്മിക്കാൻ ഓങ്കോളജി പാർക്കും ഒരുങ്ങുകയാണ്. 211 കോടിയുടെ പദ്ധതിയാണ് പുരോഗമിക്കുന്നത്. കർഷകരുടെ വരുമാനം 50% ഉയർത്താനും വന്യജീവി ആക്രമണം തടയാനുമുള്ള പദ്ധതിക്ക് രൂപം നൽകി. ഇങ്ങനെ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുവെന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് അടിവരയിടുന്നു. കേരളത്തിൻ്റെ നന്മ ആര് വിചാരിച്ചാലും ഇല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് 3 വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനം തെളിയിക്കുന്നത്. LDF സർക്കാരിന് തുടർഭരണം കിട്ടിയത് മുതൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ എല്ലാ വിധത്തിലും ശ്രമിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നന്മകളൊന്നും ജനങ്ങളിൽ എത്താതിരിക്കാൻ പ്രത്യേക കരുതലുമുണ്ട്. ഒപ്പം എല്ലാറ്റിനും ആരോപണങ്ങൾ ഉന്നയിച്ച് വിവാദം സൃഷ്ടിക്കാൻ വല്ലാത്ത വ്യഗ്രതയും. അത് ഇനിയും കൂടുതൽ ശക്തമായി തുടരുമെന്നതിലും തർക്കമില്ല. എന്നാലും ഇടതുപക്ഷ സർക്കാർ ജനപക്ഷത്ത് അടിയുറച്ചു നിന്ന് കേരളത്തിൻ്റെ സമഗ്ര വികസനവുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ തെളിയുന്നത്.